Dream, dream, dream. Your dreams will turn into thoughts and your thoughts will become actions. ഭാരതീയ ജനതയെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണിത്. സ്വപ്നങ്ങളെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നവരാണ് നമ്മൾ. നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ സ്വപ്നം കാണാനായിട്ട് നമ്മൾ പറയാറുണ്ട്. വലിയ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കണം, അഭിലാഷങ്ങൾ ഉണ്ടായിരിക്കണം, വലിയ നിലകളിലേക്ക് നിങ്ങൾ എത്തിച്ചേരണം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമ്മുടെ മാത്രം സ്വപ്നങ്ങളാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? പുൽക്കുട്ടിലേക്കുള്ള യാത്രയുടെ ഈ 2ാമത്തെ എപ്പിസോഡിൽ നമ്മൾ ധ്യാനിക്കുന്നത് യൗസേ പിതാവിനെ കുറിച്ചാണ്. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം കാൽപാദങ്ങൾ വെച്ചവൻ. സച്ചിൻ ബ്രോ ഇപ്പം നമ്മളോട് പങ്കുവച്ചൊരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഓരോ കാൽച്ചുവടുകളും വെച്ച ഒരാളാണ് നമ്മുടെ യൗസേ പിതാവ്. നമ്മൾ യൗസേ പിതാവിനെ ആദ്യമായിട്ട് ബൈബിളിൽ കണ്ടുമുട്ടുന്നതിനെ ഒരു സ്വപ്നം കാണുന്ന ഒരു മനുഷ്യനായിട്ടാണ്. പലപ്പോഴും എനിക്കറിയത്തില്ല ബൈബിളിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ യൗസേ പിതാവ് സംസാരിച്ചിട്ടുണ്ടോ എന്ന് വരെ. സ്വപ്നത്തിൽ ഓരോ കാര്യങ്ങൾ പറയുന്നു, അതനുസരിച്ച് പെരുമാറുന്നു. ദൈവം നടക്കാൻ പറയുന്നു, നടക്കുന്നു. യാത്ര ചെയ്യാൻ പറയുമ്പം ഒന്നും നോക്കുന്നില്ല. ഗർഭിണിയായ മാതാവിൻ്റെ എത്രത്തോളം ഒരു ഗർഭിണീനെ നമുക്കറിയാം, അവർക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടാകും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അപ്പോൾ ബെത്ലഹേമിലേക്ക് പോകുമ്പോഴും ഒരു കുഴപ്പമില്ല. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിഞ്ഞിട്ട് ഈജിപ്തിലേക്ക് ഒരു കഴുതപ്പുറത്ത് കയറ്റി പോകുമ്പോഴും എന്തൊക്കെ കാര്യം പറഞ്ഞാലും പക്ക കേൾക്കുവാണ് യൗസേ പിതാവ്. അപ്പോൾ നമ്മളിങ്ങനെ ആലോചിക്കുമ്പം ആദ്യമായിട്ട് നമ്മൾ സ്വപ്നം കാണുന്ന യൗസേ പിതാവിനെ കാണുമ്പോഴും ഒരു പോയിന്റ്, ഒരു സ്റ്റേജിൽ വേണമെങ്കിൽ തീരുമാനിക്കാം, ഓക്കെ എനിക്ക് താൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ വേണമെങ്കിൽ ഉപേക്ഷിച്ച് പോകാം, അല്ലെങ്കിൽ സ്വീകരിക്കാം. അപ്പം ദൈവം പറഞ്ഞു സ്വീകരിക്കാൻ, അത് അതേപോലെ അനുസരിച്ചു. അപ്പം ഒരു സറണ്ടറിങ് ആയിട്ട് നമുക്കവിടെ കാണാൻ പറ്റും. യൗസേ പിതാവ് ടോട്ടലി സറണ്ടർ ചെയ്യുവാണ്. അപ്പം നമ്മളും പല സ്വപ്നങ്ങളും നമുക്കുണ്ട്. നമ്മൾ ഓർക്കും ഞാൻ ദൈവത്തിന് സറണ്ടർ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണെന്നൊക്കെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. പക്ഷെ പല കാര്യങ്ങളും ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമ്പം നമ്മൾക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോഴൊക്കെ നമ്മൾ അതിൽ നിന്നൊക്കെ അകന്നു പോകുന്നുണ്ട്. നമ്മളത് ടോട്ടലായിട്ട് സറണ്ടർ ചെയ്യുന്നുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ നമ്മൾ സറണ്ടർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ അകത്ത് ഒരു കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, അത് എനിക്ക് ദൈവകൃപയുണ്ട്, അതിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും കരകയറാൻ സാധിക്കുമെന്നുള്ളൊരു ബോധ്യമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ ഒരു ഡൗട്ട് നമുക്ക് ഉണ്ടാകത്തില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. അപ്പോൾ പൂർണ്ണമായിട്ട് എങ്ങനെ സറണ്ടർ ചെയ്ത് യൗസേ പിതാവിനെ പോലെ ജീവിക്കാമെന്ന് നമ്മളൊക്കെ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഈ സറണ്ടർ ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞല്ലോ, എനിക്ക് ഈ ദൈവവിളി തീരുമാനിക്കുന്ന സമയത്ത് ഞങ്ങളുടെ കലൂര് അന്തോണിസ്നാളുടെ പള്ളിയുണ്ട്, നൊവേന പള്ളി, വളരെ ഫേമസാണ്. അപ്പോൾ ഞാൻ ഈ ദൈവവിളി ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ചേരുന്നത്. അപ്പോൾ ചേരുന്ന സമയത്ത് അത് തീരുമാനം എടുക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുന്നു, കർത്താവേ എന്നെപ്പോലൊരു വ്യക്തിക്ക് ഇത് എങ്ങനെ എടുക്കാൻ പറ്റും? ഞാനിതിന് യോഗ്യനാണോ? ഇത് നമ്മൾ കേട്ട് വായിച്ച ഈ വിശുദ്ധരുടെ പുസ്തകങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര ഹോളിയായിട്ട് നിൽക്കുന്ന അവരിങ്ങനെ എടുക്കുന്നു. അപ്പം ഞാൻ ഇതെങ്ങനെ ഇത് ഏറ്റെടുക്കും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വിഷമിച്ച്, എനിക്ക് ദൈവവിളി ഉണ്ടെന്നുള്ളൊരു തിരിച്ചറിവ് എനിക്ക് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഉറപ്പില്ല. ഇത് എൻ്റെ ഒരു കുറവ് കണ്ടിട്ട് എനിക്കത് ഉറപ്പിക്കാനും പറ്റുന്നില്ല. അപ്പം ഞാൻ നൊവേന പള്ളിയിലും ഇങ്ങനെ പോയി. നൊവേന കഴിഞ്ഞ് ഇങ്ങനെ അച്ഛനിങ്ങനെ ഒരു മെസ്സേജ് തരും. എല്ലാം കഴിഞ്ഞിട്ടാണ് മെസ്സേജ് തരുന്നത്. ഇങ്ങനെ മെസ്സേജ് ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഈ മനസ്സിൽ ഈ ചിന്തയായിട്ട് നിൽക്കുന്നത്. അപ്പോഴേക്കും അച്ഛൻ വായിച്ച വചനം ഇങ്ങനെയാണ്, 2 കൊറിന്തോസ് 12:9, നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായിട്ട് പ്രകടമാകുന്നത്. എനിക്കൊന്ന് എൻ്റെ വൊക്കേഷൻ്റെ ഒരു നിർണായക ഒരു വഴിത്തിരിവ് അതാണ്. എൻ്റെ ബലഹീനത ദൈവത്തിന് മതി. ഇറ്റ് ഈസ് ഇനഫ് ടു സറണ്ടർ, ടോട്ടലി സറണ്ടർ ടു ഹിം. ആ ഒരു ബോധ്യം കിട്ടിയപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഇത് എനിക്കും പറ്റും എന്നുള്ളൊരു ചിന്തയിലേക്ക് എനിക്ക് വന്നത്. അങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്വപ്നത്തിലേക്ക്, ഒരു യാത്രയിലേക്ക് എടുക്കാനൊക്കെ ഒരു കരുത്ത് കിട്ടാൻ തുടങ്ങിയത്. ബ്രോ പറഞ്ഞ ഈ പോയിന്റ് എനിക്ക് ഭയങ്കര വാലിഡ് ആയിട്ട് തോന്നി. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ വിവാഹ ജീവിതത്തിലേക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ചോയ്സസിനെ പറ്റിയാണ് പറയുന്നത്, അല്ലെങ്കിൽ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അവരുടെ ഒരു ജീവിതാന്തസ്ഥനെ പറ്റി ഇഷ്ടംപോലെ ആഗ്രഹങ്ങളും
എന്താ എങ്ങനെയായിരിക്കണം എൻ്റെ ഭാവി ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ നമുക്ക് അതിനൊന്നും ഒരു ഇന്ന ഡെഫിനേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കുമെന്ന് ഉറപ്പിച്ചിട്ട് പറയാനും പറ്റില്ല. പക്ഷെ നമ്മൾ എന്നെ സംബന്ധിച്ച് ഞാനിങ്ങനെ ദൈവത്തിൽ ആശ്രയിക്കുവാണ്, ദൈവത്തിൽ ട്രസ്റ്റ് ചെയ്യുവാണ്. ബിക്കോസ് ഞാൻ നോക്കുമ്പം എനിക്ക് നാളത്തെ ഒരു കാര്യത്തെപ്പറ്റി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും അറിയത്തില്ല. പക്ഷേ ആസ് എ ക്രിയേറ്റർ ഞാൻ നോക്കുമ്പോൾ ദൈവം ഇസ് ലൈക്ക് മോളിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പം എൻ്റെ ലൈഫിൽ A to Z എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ ഈ വചനത്തിൽ പറയില്ലേ, നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ സ്ട്രെസ് എടുക്കുക, ടെൻഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്ന് ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്. നമ്മളുടെ ഒരു ടെൻഷൻ കൂടുന്നത് കൊണ്ട് നമ്മുടെ തലമുടിയുടെ ഒരിര പോലും കറുപ്പിക്കാനോ ഒളിപ്പിക്കാനോ നമുക്ക് പറ്റില്ല എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ നമ്മൾ ശരിക്കും ആവശ്യമില്ലാതെ ടെൻഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ദൈവം കറക്റ്റായിട്ട് നീ എൻ്റെ ആശ്രയിക്കുക, അതെ ഇത് ഇങ്ങോട്ട് തന്നോളും എന്നുള്ള പറഞ്ഞ ആ ഒരു മൂഡിലാണ് ഈശോ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ലെങ്കിലും കൃത്യമായിട്ട് ദൈവമേ ഞാനിതങ്ങ് സമർപ്പിക്കുവാണെന്ന് പറയുമ്പോൾ ആ ഉത്തരം നൽകാൻ ദൈവം ബാധ്യസ്ഥനാണ്. ദൈവം തന്നിരിക്കും. അതായത് ഡാനിയലച്ചൻ്റെ ഒരു പ്രസംഗത്തിൽ ഞാനിങ്ങനെ കേട്ടതാണ്. നമുക്കറിയത്തില്ല, എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഒരു കാര്യം ചെയ്യാൻ, എനിക്ക് ഒട്ടും കോൺഫിഡൻ്റ് അല്ല ഞാൻ ഈ ഡിസിഷൻ എടുക്കാൻ. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം വിവാഹത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ആലോചന വരുവാണ്, നമുക്കിത് അറിഞ്ഞുകൂടാ ഈ വ്യക്തിയാണോ നമ്മുടെ ജീവിത പങ്കാളിന്ന് അറിയത്തില്ല. ഇപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാന്ന് വെച്ചോ. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മളിപ്പം ദിവ്യകാരുടെ സന്നിധിയിലോ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് പള്ളിയിൽ പോയി ഇരിക്കുവാണ്, നമ്മൾ പറയുകയാണ് ഈശോയെ എനിക്കറിയത്തില്ല, ഡിസിഷൻ എടുക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല, എനിക്ക് തെറ്റിപ്പോകുന്ന ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ളപ്പോൾ കർത്താവ് ഞാനിത് പൂർണ്ണമായിട്ട് നിനക്ക് വിട്ടു തരുവാണ്, ഇതിൽ ഡിസിഷൻ ഞാനിത് ഇന്നത് എടുക്കാൻ പോവുകയാണ്, ഇതിന് പൂർണ്ണ ഉത്തരവാദിത്വം നീ ഏറ്റെടുത്തോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരവാദിത്വം കർത്താവ് ഏറ്റെടുത്തിരിക്കും. അതിനകത്ത് കോംപ്രമൈസ് ഇല്ല. അത് ഏറ്റെടുക്കണ്ട എന്നുള്ളതാണെങ്കിൽ അത് മാറ്റിക്കളയാനും വിളിക്ക് പറ്റും, അത് ഏറ്റെടുക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മളിലേക്ക് തന്നെ കൊണ്ടുവരാനും കർത്താവിന് പറ്റും. അങ്ങനെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് എനിക്കിതിനു മുമ്പ് ലഭിച്ചിട്ടുണ്ട്. അതോടുകൂടെ കൂട്ടിച്ചേർത്ത് പറയാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ സറണ്ടർ എന്ന് പറഞ്ഞത് നമ്മളൊരു തുടക്കത്തിൽ ഇറ്റ് ഈസ് ഫോർ എവർ എന്നുള്ളൊരു ടൈപ്പ് അല്ലെന്ന് തോന്നുന്നു. കാരണം ഇത് നമ്മൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കേണ്ട ഒരു സറണ്ടറാണ്. ഒരു ദൈവാശ്രയ ബോധം എന്ന് പറഞ്ഞത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പിന്നീട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് തോന്നുന്നു. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ സെമിനാരി ചേർന്നപ്പോൾ ദൈവാശ്രയ ബോധത്തിലാണ്. കാരണം ഞാൻ എന്തായിത്തീരുന്നുള്ള വ്യക്തമായ ഒരു ക്ലാരിറ്റി ഇല്ലാണ്ടാണ് സെമിനാരി ചേർന്നത്. അപ്പോൾ ഭയങ്കര ആഗ്രഹമാണ്, അങ്ങനെ ചേർന്നു. പക്ഷെ എന്താവും എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ ഭയങ്കര ദൈവത്തിൽ ഭയങ്കര ആശ്രയിച്ച് നമ്മൾ തുടങ്ങി. ആദ്യത്തെ കുറച്ച് വർഷങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം നന്നായി പഠിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. റിപ്പോർട്ട് എല്ലാ വർഷവും അവസാനം അച്ഛൻ വിളിച്ച് നമ്മളെ റിപ്പോർട്ട് വായിപ്പിക്കും. അപ്പോൾ റിപ്പോർട്ടൊക്കെ ഗുഡാണ്. അപ്പോൾ പയ്യെ കാര്യങ്ങൾ മാറി. ഞാനിവിടെ ആയിരിക്കുന്നത് എൻ്റെ മെറിറ്റ് കൊണ്ടാണെന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അത് ദൈവം തന്നെ തിരുത്തിയ ഒരു അവസരമുണ്ട്. 3-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കളിക്കുമ്പോൾ വീണു. എനിക്ക് ചെറിയൊരു തലയ്ക്കാണ് പരിക്കുണ്ടായിരുന്നത്. കാര്യമായ പരിക്ക് ഫിസിക്കലി ഒന്നുമില്ല, പക്ഷേ ഉള്ളിൽ എന്തോ കെമിക്കലുകളുടെ പ്രശ്നമാണ്, EEGയിൽ എന്തോ പ്രശ്നമായിരുന്നു എന്നോട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ മെറിറ്റ് കൊണ്ട് എന്നെ എങ്ങനെ പോയാലും എന്നെ വിടില്ല എന്നുള്ളൊരു കോൺസെപ്റ്റായിരുന്നു എനിക്ക്. അച്ഛൻ പറഞ്ഞു ബ്രേക്ക് എടുത്തോ, ഒരു 3 വർഷം നീ ബ്രേക്ക്, കാരണം 3 വർഷം കണ്ടിന്യൂസ് മെഡിക്കേഷൻ വേണം എന്നാലിത് മാറുള്ളൂ. അപ്പോൾ ഇവിടെ അത്ര കെയർ ചെയ്യുന്ന വീട്ടിലാണെങ്കിൽ അമ്മയൊക്കെ കെയർ ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ബ്രേക്ക് എടുക്കാൻ പറഞ്ഞു. ശരിക്കും എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. എൻ്റെ വിചാരമായിരുന്നു ഞാൻ ബെസ്റ്റാണ്, അപ്പോൾ എന്നെ വിടില്ല. പക്ഷെ അച്ഛൻ ആദ്യത്തെ ബെറ്റർ മേക്ക് എ ബ്രേക്ക്. അപ്പോൾ ശരിക്കും അപ്പോൾ ഞാൻ അന്ന്, അതായത് ആ ഒരു വെക്കേഷൻ്റെ ഒരു സമയം, ഒരു 15 ദിവസം ഞാൻ 2 ധ്യാനമൊക്കെ കൂടി ഞാൻ സത്യം പറഞ്ഞ വീണ്ടും ദൈവത്തിൽ ആശ്രയിച്ചു. പിന്നെ ബ്രേക്ക് ഒന്നും എടുക്കേണ്ട വന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ദൈവത്തിലൊക്കെ ആശ്രയിച്ച് ഭയങ്കര ശക്തിപ്പെട്ട അടിപൊളിയായിട്ടിരിക്കുക. അപ്പം നമുക്കൊരു അടിപൊളി പാട്ട് റെഡിയാണോ? യെസ്. ഇപ്പം നമുക്ക് ബ്രദേഴ്സാണ് നമുക്ക് വേണ്ടി പാട്ട് പാടാൻ പോകുന്നത്. ഓക്കെ, യെസ്. ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ, ഉണ്ണീശുവിൻ തിരുജന്മഗേഹമായി വരിക, മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം.
കുളിരു മറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം. ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ, ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി വരിക മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം. കുളിരു മറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം. രാജരാജനണഞ്ഞിടുമ്പോൾ വാനവീഥി അലങ്കരിക്കാൻ ദേവദൂതരായിരങ്ങൾ കൂപ്പുകൈയുമായി സ്നേഹഗീതമൊരുക്കിടുന്നു, ഹല്ലേലൂയ മുഴക്കിടുന്നു. കാലമേറെ കാത്തിരുന്ന നാളു വന്നിതാ, മടിക്കാതെ വേഗമങ്ങേ പാദപങ്കജേ, ഉണർത്താതെ പോയി നൽകാം സ്നേഹചുംബനം. ലലലലലാ ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ, ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി വരിക മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം. കുളിരു മറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം. ജാതിയേതെന്നറിഞ്ഞിടേണ്ട, ദാഹമോടെ അണഞ്ഞിടേണം യേശുനാഥനാർക്കുമേകും ജീവനെന്നുമേ. പാപമാണു തടസ്സമെങ്കിൽ ശാന്തിയാണു തിരഞ്ഞതെങ്കിൽ പാപികൾക്കു വേണ്ടിയല്ലോ പാരിൽ വന്നവൻ. കുളിർമഞ്ഞു പോലെയുള്ളിൽ വെണ്മ നൽകുവാൻ കരൾ കാമ്പിൽ ഇന്നും വാഴും ലോകരക്ഷകൻ. ലലലലലാ ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ, ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി വരിക മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം. കുളിരു മറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം. ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ, ഉണ്ണിയേശുവിൻ തിരുജന്മഗേഹമായി വരിക മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം. കുളിരു മറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം. നമ്മൾ ഇത്ര നേരമൊക്കെ സ്വപ്നങ്ങളെ കുറിച്ചാണല്ലോ പറഞ്ഞത്. എനിക്കൊരു ചെറിയ ചോദ്യം ചോദിക്കാനാണ്. നമ്മളെല്ലാവരും സ്വപ്നം കാണാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വപ്നം കാണാത്ത ഇല്ല എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സ്വപ്നമുണ്ട്. എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. എനിക്ക് ഒരു -7 കയറിയപ്പോഴാണ് എന്നൊരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി. 100-ലും മേലേക്ക് സ്വപ്നങ്ങളാണ്. 100-ലും മേലേക്ക്. ചില സ്വപ്നങ്ങളൊക്കെ കേട്ട് എനിക്ക് തന്നെ കോമഡിയാണ്. ഇപ്പോൾ ഞാൻ വായിച്ചു നോക്കുമ്പോൾ സ്പെയിനിൽ കാളോട്ടത്തിനൊക്കെ പങ്കെടുക്കണം, ടൊമാറ്റോ ഫെസ്റ്റിവലിന് പോകണം, അങ്ങനെ വളരെ ക്രേസായുള്ള കാര്യങ്ങളാണ്. എനിക്ക് ഈ ക്രിസ്മസ് സമയത്തൊക്കെ ചിന്തിച്ചപ്പോൾ ഒരു കാര്യം തോന്നിയത്, ഈ ഔസപിതാവും അമ്മയൊക്കെ അവരുടെ എൻഗേജ്മെൻറ്റ് ഒരു നെറ്റ്ഫ്ലിക്സിൽ മേരി എന്ന് പറഞ്ഞൊരു സീരീസ് കാണാനിടയായി. അതിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അവരുടെ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കും, ഭയങ്കര നിഷ്കളങ്കമായിട്ടൊരു നോട്ടമൊക്കെ. അപ്പം തന്നെ എനിക്ക് ആ കണ്ണിൽ നോക്കുമ്പോൾ തന്നെ എനിക്ക് തോന്നി, ഇവർക്കൊക്കെ ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ബട്ട് അവരുടെ സ്വപ്നങ്ങളൊക്കെ അവിടെ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. അപ്പോൾ ദൈവം പറയുന്നു, ഇതല്ല എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം, എനിക്ക് നിങ്ങളെക്കാട്ടും വലിയ സ്വപ്നങ്ങളുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ ഔസപിതാവൊക്കെ ഭയങ്കരമായിട്ട് ഒരു പെർപ്ലക്സ്ഡ് ആവാണ്. ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യമാണ്, അന്ന് ശരിക്കും ആൾ പറഞ്ഞിട്ടുണ്ടാവും, ഈ നശിച്ച സ്വപ്നം ഇല്ലായിരുന്നെങ്കിൽ ലൈഫ് ഇത്തിരിയോടും ബെറ്ററായേന്. കാരണം ആൾ നെയ്ത് കൂട്ടിയ സ്വപ്നങ്ങൾ ഒരു വശത്ത്, ദൈവം ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ വേറെ. ഇത്രയേ ഉള്ളൂ. ഒരു ഇംഗ്ലീഷ് കോട്ടാണ്, വെൻ ലൈഫ് ഷാറ്റേഴ്സ് യുവർ ഡ്രീം
നമ്മുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ദൈവം എവിടെയെന്ന് കണ്ടെത്താനാണ്. ഈ ഔസേപിതാവിനും അമ്മയ്ക്കൊക്കെ പറ്റിയ വലിയൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആണെങ്കിലും സ്വപ്നം ആയിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ പ്ലാനിന് വിപരീതമായിട്ട് എന്ത് നടന്നാലും അവിടെയൊക്കെ ദൈവത്തെ കാണാൻ പറ്റി. ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നി. അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ? എനിക്ക് തോന്നുന്നു ദൈവത്തെ കാണാൻ പറ്റിയെന്ന് പറയുന്നത് നമ്മൾ തന്നെ നേരെ ആൾത്താരയുടെ മുന്നിലിരുന്നോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയുടെ സമയത്തോ കിട്ടുന്ന ചില അനുഭവങ്ങളാവാം. അതല്ലെങ്കിൽ ചില താങ്ങുന്ന കരങ്ങൾ എന്നൊക്കെ പറയത്തില്ലേ, അതാവാം അങ്ങനെയുള്ള ഒരു ഇതെന്ന് പറയുന്നത്. നമ്മളൊന്ന് ഡയറക്റ്റ് ചെയ്യാൻ, ഒന്ന് റീഡയറക്റ്റ് ചെയ്യാൻ, പോകുന്ന വഴിയിൽ നിന്നൊന്ന് ഈ പറഞ്ഞ പോലെ സ്വപ്നം കണ്ട് ഒരു വഴിക്കൊക്കെ പോകുമ്പോൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി കഴിയുമ്പോൾ അതല്ല നിൻ്റെ വഴി എന്ന് പറഞ്ഞ് നമ്മൾ ഇപ്പുറത്തെ വഴിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളങ്ങ് തകർന്നു പോകും. ചിലപ്പം നമുക്കൊട്ടും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്തൊരു വഴിയിലേക്കാണല്ലോ പിന്നെ നമ്മൾ പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഒന്ന് കൂടെ നിൽക്കാനും, എന്നിട്ട് നീ ധൈര്യമായിട്ടിരിക്കുക, ആൾക്കാരുടെ മുന്നിൽ പോയിരിക്കുക, പ്രാർത്ഥിക്കുക, കുഴപ്പമില്ല, തമ്പുരാൻ ഇതിനെന്തെങ്കിലും ഒരു വഴി ഉണ്ടാവും, അങ്ങനെ പറയാൻ പറ്റുന്ന സുഹൃത്തുക്കൾ, അതൊക്കെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ശരിക്കും ഭയങ്കര ചൂണ്ടുവലകളായിട്ട് തന്നെ നിൽക്കുന്ന ആൾക്കാരാണ്. ഈ ഷാറ്റേഡായി പോവാതെ പിടിച്ചു നിർത്തുന്ന കുറേ സൗഹൃദങ്ങളും ഈ ആൾക്കാരൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഇപ്പം ഒരു പ്രാവശ്യമെങ്കിലും നമ്മളോട് ഇത് നീ എടുത്ത ഡിസിഷൻ തെറ്റിപ്പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇപ്പം ദൈവത്തിൻ്റെ തീരുമാനം ഇതാണ്, നീ ഇതിൻ്റെ കൂടെ നിന്നാൽ മതി, അങ്ങനെയല്ല ഇവരൊരിക്കലും പറയുന്നത്. എപ്പോഴും പറയുന്നത് വളരെ സോഫ്റ്റായിട്ടാണ്, കൂടെ നിന്ന് കെട്ടിപ്പിടിച്ച് നീ വിഷമിക്കണ്ട, നീ അവിടെ പോയിരിക്കുക, ഞങ്ങളുണ്ട് കൂടെ, ദൈവത്തിൻ്റെ മുന്നിൽ പോയിരുന്നാൽ മതി, തമ്പുരാൻ ഇതിനെക്കുറിച്ചൊരു ഡിസിഷനുണ്ട് എന്നുള്ളത് ആ ഒരു മെസ്സേജ് പോലും ഏറ്റവും സ്നേഹത്തോടെ നമ്മളോട് പറയുമ്പോൾ അതിലേക്ക് പോകാനുള്ള ആ സ്വപ്നത്തിലേക്ക് തിരിയാനുള്ള നമ്മുടെ ഒരു എനർജി അത് കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ബ്രദർ പറഞ്ഞുള്ള അവസരങ്ങൾ ഉണ്ടാവുമ്പോൾ ഇങ്ങനെ രണ്ട് വഴി കൂടെ, ഒന്നെങ്കിൽ നമ്മൾ തന്നെ പോയിരിക്കും, അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു കൈപിടുത്തം അതവിടെ ഉണ്ടാവും. അങ്ങനെ പോയിരുന്ന അവസരങ്ങൾ അനവധി നിരവധി. എനിക്ക് ടെസ പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു എക്സാമ്പിൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം പറയാനാണ്. അപ്പോൾ നമ്മൾ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ലാസ്റ്റ് ഇയർ ആകുമ്പോഴേക്കും ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എഞ്ചിനീയറിംഗ് പഠിച്ചത്. അപ്പോൾ പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി, എൻ്റെ കൂടെ പഠിച്ച എല്ലാവർക്കും കിട്ടി. ഞാനാണെങ്കിൽ എനിക്കിപ്പോൾ കിട്ടും, ഞാൻ ആപ്റ്റിറ്റ്യൂഡൊക്കെ തകർത്ത് എഴുതിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കുക. ഞാൻ എക്സാമിന് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാം കറക്റ്റാണ്. എന്നിട്ട് ഞാൻ ബാക്കിയുള്ളവർ തെറ്റാന്ന് വിചാരിച്ച സാധനങ്ങൾ വരെ അവർ വരെ ജയിച്ചു, ഞാൻ മാത്രം തോറ്റു. ഫസ്റ്റ് പ്ലേസ്മെൻ്റ്. അപ്പം ഞാനാണെങ്കിൽ നോക്കുമ്പോൾ എൻ്റെ റൂംമേറ്റ്സിന് കിട്ടി, എൻ്റെ അപ്പുറത്തെ റൂമിലുള്ളവർക്ക് കിട്ടി, എൻ്റെ ക്ലാസ്സിലുള്ള പലർക്കും കിട്ടി, ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞാൻ എന്നിട്ട് പിന്നെ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. എൻ്റെ വിചാരത്തിന് എന്തോ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയില്ല, പിന്നെ എനിക്ക് കിട്ടാനേ പോകുന്നില്ല. എന്നോട് ആരാണ്ടോ പറഞ്ഞു അങ്ങനെ, നീനു നിനക്ക് ഇങ്ങനെ എനിക്കറിയത്തില്ല ആരാ പറഞ്ഞതെന്ന്, ഒരു പ്ലേസ്മെൻറ്റിന് പോയിട്ട് അന്ന് അത് തന്നെ കിട്ടണം, അല്ലെങ്കിൽ പിന്നെ കിട്ടാൻ സാധ്യത കുറവാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ തലയിൽ ഇത് കയറിയിരിക്കുക, ഇനി എനിക്ക് കിട്ടത്തില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ റൂമൊക്കെ അടച്ചിട്ടിട്ട് എൻ്റെ റൂംമേറ്റിനെ പോലും റൂമിൽ കയറ്റിയില്ല, ഞാൻ അവിടെ കടന്ന് കരച്ചില്ല. അപ്പം ആരോ വിളിച്ച് പറഞ്ഞു നീന് ഭയങ്കര കരച്ചിലാണെന്നങ്ങാണ്ട് എൻ്റെ അപ്പനെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അതുമില്ലാതെ എൻ്റെ അപ്പം വിളിച്ചേക്കുക രാത്രിയിൽ, ഉറങ്ങുന്നില്ലേന്ന് ചോദിച്ചു. നീ ഭയങ്കര കരച്ചിലാന്നൊക്കെ കേട്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ കരയാ, എനിക്കറിയാം ഭയങ്കര സില്ലി ആയിട്ടുള്ള കാര്യത്തിൽ ഞാൻ കരയുന്നതെന്നൊക്കെ അറിയാം, പക്ഷെ ഞാൻ ഭയങ്കര കരച്ചില്ല. അപ്പം എന്നിട്ട് എൻ്റെ പപ്പ എന്നോട് അങ്ങനെ ഒത്തിരി അങ്ങനെ ആശ്വസിപ്പിച്ച് സംസാരിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഇരിക്കുക, ഞാൻ ഉറങ്ങുന്നോടും വരെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ സംസാരിച്ച് ഞാൻ ഉറങ്ങി പോവുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് കിട്ടി. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ കോളേജിൽ ആകെ 4 പേർക്കേ ആ പ്ലേസ്മെൻറ്റ് കിട്ടിയുള്ളൂ. എൻ്റെ ക്ലാസ്സിൽ എനിക്ക് മാത്രമേ ആ ഒരു പ്ലേസ്മെൻറ്റ് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു ഞാൻ എന്ത് സില്ലി ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ വിചാരിച്ചിട്ട് ഇങ്ങനെ. അപ്പോൾ എൻ്റെ പപ്പ, അതായത് ഇപ്പോൾ ടെസ പറഞ്ഞു നമുക്ക് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും നമ്മൾ കൂടെ. ഇപ്പം യേശുപിതാവിന് കിട്ടിയ പോലെ സ്വപ്നത്തിൽ ദൈവം തന്നെ വന്ന് പറയണമെന്നൊന്നുമില്ല പല കാര്യങ്ങളും. അപ്പം നമ്മൾ നേർവഴിക്ക് നടത്താനായിട്ട് നമ്മുടെ കൂടെ നടക്കാനായിട്ട് ദൈവം ഓരോരുത്തരെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇപ്പോൾ പല ആൾക്കാരും ഇങ്ങനെ ഓരോ ഡിപ്രഷനിലേക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. ചിലപ്പോൾ നമ്മളൊന്ന് മനസ്സൊന്ന് ഷെയർ ചെയ്യാലോ, അല്ലെങ്കിൽ നമ്മുടെ അടുത്തിരിക്കുന്ന ആളോട് സുഖമാണോ എന്നൊന്ന് ചോദിച്ചാലോ ഒക്കെ നമുക്ക് പല കാര്യങ്ങളും ഇന്നത്തെ ഈ ഒരു ലോകത്തിൽ ഒഴിവാക്കാൻ പറ്റുമെന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എനിക്കിങ്ങനെ മനു ബ്രദർ പറഞ്ഞ ഒരു കോട്ട് പറഞ്ഞല്ലോ, എങ്ങനെയായിരുന്നു അത്? വെൻ ലൈഫ് ഷാറ്റേഴ്സ് വി ഹാവ് ടു സിറ്റുവേറ്റ് ഗോഡ് എന്ന് പറഞ്ഞു. എനിക്ക് തോന്നുന്നു ചില സമയങ്ങളിൽ ഗോഡ് ഷാറ്റേഴ്സ് അവർ ലൈഫ് സോ ദാറ്റ് വി ടേൺ ടു ഹിം. ദൈവം എല്ലാം അങ്ങ് തകർത്ത് കളയും, കാരണം നമ്മൾ അവനിലേക്ക് തിരിയാൻ വേണ്ടിയിട്ടാണ്.
ഇങ്ങനെ നമ്മൾ പറയല്ലോ ദർ ഇസ് എ റിങ് ഹിഡൻ ഇൻ എവറി സഫറിങ് എന്ന് പറയും. സഫറിങ്, ദർ ഇസ് എ റിങ് ഹിഡൻ ഇൻ എവറി സഫറിങ് എന്ന് പറയും. ഞാനിങ്ങനെ എപ്പോഴും കേൾക്കാറുള്ള ഒരു പ്രസംഗമാണിത്. ഒരു പ്രസംഗമുണ്ട്, ഫാദർ സോക്ക് എന്ന് പറയുന്ന ഒരു വിയറ്റ്നാമീസ് അദ്ദേഹം വിയറ്റ്നാമീസ് ബിഷപ്പാണെന്നാണ് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അതിൽ അദ്ദേഹം ഇങ്ങനെ മുന്നിലിരിക്കുന്ന നവവൈദികരോട് പുള്ളി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആർ യു വീക്ക് ഇനഫ് ടു ബി എ പ്രീസ്റ്റ്? ആർ യു ബ്രോക്കൺ ഇനഫ് ടു ബി എ പ്രീസ്റ്റ്? ആർ യു അഫ്രെയ്ഡ് ഇനഫ് ടു ബി എ പ്രീസ്റ്റ്? നമ്മൾ ഈ ലോകത്തിൻ്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ ഈ 3 സാധനങ്ങളും നെഗറ്റീവ്സ് ആണ്. അതായത് വീക്കാണ്, ബ്രോക്കണാണ്, അല്ലെങ്കിൽ അഫ്രെയ്ഡാണ്. പക്ഷേ ദൈവത്തിൻ്റെ മുന്നിൽ അതാണ് ക്വാളിറ്റീസ്. കാരണം നമ്മൾ വീക്കായിരിക്കുമ്പോഴാണ്, നമ്മൾ പേടിച്ചിരിക്കുമ്പോഴാണ്, നമ്മൾ തകർന്നിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ടും ദൈവത്തിന് വിട്ടുകൊടുക്കുന്നത്. അങ്ങനെ വിട്ടുകൊടുക്കുന്ന മനുഷ്യരായിരിക്കണം പുരോഹിതരും അമ്മമാരും എന്നൊക്കെ ഞാൻ മനസ്സിലാക്കുകയാണ്. ശരിയല്ലേ അത് ശരിക്കും പറഞ്ഞാൽ? അതെ, അത് ഭയങ്കര ശരിയായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം യൗസേപിതാവിനെ എല്ലാവരും പലപ്പോഴും ഇങ്ങനെ വിശേഷിപ്പിക്കുന്ന കണ്ടിട്ടുണ്ട്. ഭയങ്കര എളിമയുള്ള ഒരാളാണ്. കാരണം ദൈവം പറഞ്ഞപ്പോൾ തന്നെ മാതാവും എളിമയുടെ ഒരു വലിയ മാതൃകയാണ്. അതുപോലെ തന്നെ യേശുപിതാവിനെ നമ്മൾ അത്ര കണ്ട് ആ എളിമയിലേക്ക് അങ്ങനെ കൊണ്ടുവരാറില്ല. നീതിമാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നതെങ്കിൽ പോലും ഒരു എളിമ ഉള്ളത് കൊണ്ടാണ് യേശുപിതാവിന് അങ്ങനെ വിനീതനായിട്ട് നിൽക്കാൻ സാധിച്ചത്. അല്ലെങ്കിൽ ആ ഒരു സ്വപ്നമാണ് മാതാവിൻ്റെ അടുത്ത് ഗബ്രിയേൽ മാലാഖ വന്ന് പറയുകയാണ് ചെയ്തത്. യേശുപിതാവിന് ഇഷ്ടത്തിലേക്ക് ഒരു ഇൻഡ്യൂഷൻ പോലെയോ ഒരു തോന്നൽ പോലെയോ ആയിരിക്കും. എന്നിട്ട് പോലും ഒരു ദൈവത്തിൽ ആശ്രയിച്ച് നിന്നൊരാളാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഈ തകർച്ചകൾ, ഷാറ്റേഴ്സ് ദൈവം, ചിലർ ഇത് ഭയങ്കര എന്താ പറയുക, ദൈവം ശാപമായിട്ട് തരുന്നതാണ്, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു തകർച്ച വരുമ്പോഴേ. പക്ഷേ ഇപ്പം വളരെ ചെറിയ കാര്യത്തിൽ പോലും ഈ ചെറിയ ഒരു തകർച്ചയോ അല്ലെങ്കിൽ ഒരു നമ്മളങ്ങ് വീക്കായി പോകുന്ന അവസ്ഥകളൊക്കെ വരുമ്പം നമ്മൾ തളർന്നു പോകാതെ ദൈവത്തിലേക്ക് കൂടുതൽ ആശ്രയിക്കാനാണ് അത് തരുന്നതെന്നുള്ള ബോധ്യം ഇന്നത്തെ ഒരു യുവജനങ്ങൾക്ക് നല്ല പലർക്കും അത് വളരെയധികം കുറവാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യത്തിലായിരിക്കും. ഇപ്പോൾ പാട്ട് പാടുന്ന ആളാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും നമ്മുടെ സൗണ്ട് വർക്ക് ചെയ്യല. നമ്മൾ ഓർക്കുന്നത് എന്താ ഇതിങ്ങനെ, നമ്മൾ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ഇത്, അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ വിശുദ്ധ കുർബാനയ്ക്ക് പാടുമ്പോഴാണ്, അത് വലിയൊരു ഇവൻ്റ് ഒന്നും ആവണമെന്നില്ല, അങ്ങനെ പാടുമ്പോൾ പോലും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരാത്തപ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ദൈവമേ നമ്മൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, നീ തന്നാലേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ ഒന്നുകൂടെ നഷർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പുള്ളി ഇത് ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കൃപ പോലെ നമ്മുടെ സംഗീതം ഒരു കൃപയായിട്ട് മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ബ്രദർ പറഞ്ഞ പോലെ എല്ലാവരും വിട്ടുകൊടുക്കലാണ്. അതിപ്പോൾ പൗരോഹിത്യമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ചെറിയ കാര്യങ്ങളിൽ വരെ ഈ വിട്ടുകൊടുക്കൽ, ഇപ്പം മെറിൻ വളരെ ഭംഗിയായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു. അതുപോലെ ചെറിയ കാര്യങ്ങളിൽ വരെ വിട്ടുകൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി, അതിൻ്റെ ഒരു ബ്യൂട്ടിഫുൾ സൈഡ് നമുക്ക് കാണാൻ പറ്റും. അത് തന്നെ യൗസപിതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോൾ യൗസപിതാവിൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും കൂടെ ആ ഒരു സന്തോഷത്തിൽ ഒരു പാട്ട് പാടാം. ഉറപ്പായിട്ടും. സന്തോഷം നിറയുന്ന രാത്രി, സംഗീതം പൊഴിയുന്ന രാത്രി, ഒന്നു ചേർന്ന്
മക്കളൊന്നായി പാടാം. എന്റെ ദൈവമേ, ഞങ്ങളേകുമി ഹൃദയ പുൽക്കൂട്ടിൽ വാഴണേ. എന്റെ ദൈവമേ, ഞങ്ങളേകുമി ഹൃദയ പുൽക്കൂട്ടിൽ വാഴണേ. വന്നു വാസമായിടുകിൽ ഞങ്ങൾ ചേർന്നു പാടാം. സന്തോഷം നിറയുന്ന രാത്രി, സംഗീതം പൊഴിയുന്ന രാത്രി, ഒന്നു ചേർന്നു മോദമോടെ പുൽക്കൂടിൻ മുന്നിൽ നിന്നു പാടാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ ഒത്തിരി കാര്യങ്ങളിവിടെ ചിന്തിച്ചു. ഇതൊക്കെ നമുക്കൊന്ന് കോർത്ത് മനസ്സിലൊന്നുകൂടി ഒന്ന് കൊണ്ടുവരാം. ഒരു ചെറിയൊരു പ്രാർത്ഥന പോലെ നമുക്കത് ആക്കാം. കാരണം നമ്മുടെ കുറച്ച് ചെറിയ ചിന്തകളൊക്കെ ഇതിലുണ്ട്. തീർച്ചയാണ് ഒരു കൃപ എന്നുള്ള ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാതാവിനെ സംബന്ധിച്ച് കൃപയുള്ളവളെ സ്വസ്തി എന്ന് പറഞ്ഞ് അത് നമ്മൾ ഈ ഒരു ടോക്ക് തുടങ്ങുമ്പോൾ തന്നെ ഒരു വചനം പറഞ്ഞാൽ തുടങ്ങിയത് 2 കൊരിന്തോസ് 12:9 നിനക്കെൻ്റെ കൃപ മതി, കൃപയിലാണ് എല്ലാം ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിലും അതേ കൃപയോടുകൂടി മുന്നോട്ട് പോകാനായിട്ട്, കൃപയോടുകൂടി ഞങ്ങൾക്ക് വർത്തിക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ. പൗലോസ്ലീഹ പറഞ്ഞതുപോലെ ഇനി പട്ടിണിയോ ദാരിദ്ര്യമോ ദുഃഖമോ ക്ലേശോ എന്തും വന്നോട്ടെ, കർത്താവ് നീ ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ, അത് മതി. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സ്വപ്നങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കുറച്ചധികം ചിന്തിച്ചത്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമ്മൾ ജോസഫിനെ കണ്ടുമുട്ടുന്നുണ്ട്. പഴയ നിയമത്തിലെ ജോസഫ് ആകട്ടെ, പുതിയ നിയമത്തിലെ ജോസഫ് ആകട്ടെ, ഇവർ രണ്ടുപേരും ദൈവം അവരെക്കുറിച്ച് കണ്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ചവരാണ്, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്കൊപ്പം നടന്നവരാണ്. അപ്പം പുൽക്കൂട്ടിലേക്ക് നമ്മളിങ്ങനെ ഈ ദിവസങ്ങളിൽ നടക്കുമ്പം നമ്മുടെ കൊച്ചു കൊച്ചു സ്വപ്നങ്ങളെ കുറച്ച് അല്പനേരം മാറ്റി വയ്ക്കാം. എന്നെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു സ്വപ്നമുണ്ടെന്ന് നമുക്കൊന്ന് തിരിച്ചറിയാം. ആ സ്വപ്നങ്ങളെ കണ്ടെത്താം, തേടിപ്പിടിക്കാം. ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾക്ക് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം കൊടുക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ, ഉണ്ണീയേശുവിൻ തിരുജന്മഗേഹമായി വരിക, മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം. കുളിരു മറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം. ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിതാ, ഉണ്ണീയേശുവിൻ തിരുജന്മഗേഹമായി വരിക, മയക്കമുണർന്നു വിളക്കു തെളിച്ചു പോയിടാം. കുളിരു മറന്നു മനസ്സു തുറന്നു സ്തുതിച്ചു പാടിടാം.